തൃശ്ശൂർ വരെ ഒന്ന് പോയിട്ടാണെന്ന് ചോദിച്ചാൽ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട്. മീൻ മേടിച്ച് നമുക്ക് കുറച്ച് വളർത്താനുള്ള സെറ്റപ്പാണ്. നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം. ബോട്ടിലെത്തി ഫുള്ള് അപ്പുറത്തൊക്കെ നല്ല ടാങ്കിൽ അടിപൊളി കുഞ്ഞു കുഞ്ഞു മീനാണ്. ഇതൊന്നും കാണാൻ പറ്റില്ല, വെള്ളം തെളിമയില്ലല്ലേ. അപ്പം നമ്മൾ തൃശ്ശൂരെത്തിയത് എവിടെയാ കുറേ മീൻ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. മീൻ ബിസിനസ് സക്സസ് ആവുമെന്ന് അറിയില്ല, എന്നാൽ നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത മീൻ പോയി പിടിക്കാം. ആ സമയം അകത്ത് പിന്നെ ഒത്തിരി ടാങ്കുകളുണ്ട് കേട്ടോ. കയറുമ്പോൾ തന്നെ നിറയെ ടാങ്കുകൾ വെച്ചിട്ടുണ്ട്. ഓരോ സൈസിലുള്ള മീനാണെന്ന് തോന്നുന്നു. പിന്നെ കയറുമ്പോൾ തന്നെ പൂച്ചയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഏതെങ്കിലും മീൻ ചാടി അപ്പം പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറിയ പോർഷൻ തന്നെ വരാലാണ് അവരിട്ടിരിക്കുന്നത്. ഓരോ സൈസിലുള്ള വരാലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വാളയുണ്ട്, കട്ട്ല മീനുണ്ട്. ഓരോ ടാങ്കിലും ഓരോ ടാങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സൈസിലാണ്. സൈസിനനുസരിച്ച് അവരുടെ റേറ്റ് വരുന്നത്. ഞങ്ങൾ എത്രയും മുന്നേ തന്നെ അവർക്കൊരു ബൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അതാണ് ഈ ചേച്ചി ഇവിടെ പിടിക്കാൻ വന്നത്. കാണുമ്പോൾ തന്നെ അറിയാം നിറച്ച് മീനുണ്ടതിൽ. ഒരു വെള്ളം കുറച്ച് കമ്മിയാക്കിയിട്ട് പിടിക്കാനുള്ള സെറ്റപ്പാണ് തോന്നുന്നു. ഞങ്ങൾ എടുക്കാൻ പോയത് ഏകദേശം ഈ സൈസ് തന്നെയാണ്. ചെറിയ സൈസാണ് എടുത്തിരിക്കുന്നത്. വരാൽ ഒരു 150 അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. സെറ്റപ്പ് അനുസരിച്ച് ബാക്കി വളരെ ഇല്ലേന്ന് നമുക്ക് വാങ്ങിയിട്ട് തന്നെ അറിയാൻ പറ്റും ഇത് എങ്ങനെയാണ് സംഭവം എന്ന്. നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ. മീൻ വളർത്താൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇവിടെ വരാം. പിന്നെ റേറ്റിൻ്റെ കാര്യമൊക്കെ കുറേ അവിടെ അന്വേഷിച്ചിട്ട് വന്നാൽ മതിയായിരിക്കും. മീനിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അവർ ഫുഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ മേടിച്ചിട്ട് പോവാം. അതൊരു പ്ലസ് പോയിന്റ് ഇതിൻ്റെ. മീൻ വളർത്താൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇപ്പോൾ ഈ വരാൽ മീൻ വളർത്തുന്നതിന് കുറച്ചും കൂടെ ലാഭം. കാരണം ചെറിയ സ്പേസുമായി നമുക്ക് അതിൽ തന്നെ ഒത്തിരി മീൻ വളർത്താനും പറ്റും. നല്ല ലാഭം അത്യാവശ്യം വരാലും കിട്ടുകയും ചെയ്യും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമുള്ള എങ്ങനത്തെ മീൻ വളർത്തണം. പിന്നെ വരാൽ വളർത്തുന്നതിനും അതിൻ്റേതായ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. കാരണം അത് ഓട്ടോമാറ്റിക് ചാടിപ്പോവും വെള്ളത്തിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വളർത്താൻ തുടങ്ങണമെങ്കിൽ. അല്ലെങ്കിൽ കുറേ മീൻ വാങ്ങിച്ചതെല്ലാം കുറേ മഴയൊക്കെ പെയ്യുമ്പോഴും പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നിന്ന് മീൻ വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഓൾറെഡി മീൻ വളർത്തുന്നവർക്കും ഉള്ള മീനുള്ള ഫീഡ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞ് അവർ അതുപോലെ ഓർഡർ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ കുറച്ച് വരാലെടുത്തിട്ടുണ്ട്. വരാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കൊളുത്തി കൊണ്ടിട്ട് എന്താ അതിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. എത്രയാവുന്നു. കുഞ്ഞു വരാലെടുത്തിരിക്കുന്നത്. വലിയ സൈസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിനും കൂടി കുറഞ്ഞത് എടുത്തത്. അപ്പോൾ റേറ്റും കുറവാണ്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. നമുക്ക് അകത്ത് ഇത് പോയി ഇട്ടിട്ടുള്ള അവസ്ഥയൊന്ന് നോക്കാം. ജീവിക്കുകയോ ചാവോ എന്ന് കണ്ടുതന്നെ അറിയാം. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ബൾക്കായിട്ട് ഓർഡർ ഉണ്ടായിരുന്നു. 2000 മീനൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. 2 ടാങ്കിലൊക്കെ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. അത്രയും എടുത്തിട്ട് കൊണ്ടുപോകും, ഒത്തിരി എടുത്തിട്ട് കൊണ്ടുപോകുന്നു. ഇതിപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു കുളത്തിൽ നമ്മൾ മീനിടാൻ വന്നിരിക്കാൻ 150 മീനേ ഉള്ളൂ. അപ്പോൾ അത് ഇട്ട് നോക്കാം എന്താവുന്നൊന്നും അറിയില്ല, ഇനി ചാടി പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇട്ട് തന്നെ കാണാം, അത് ഇതിലേക്ക് കറക്റ്റ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ കുളത്തിൽ നമുക്ക് വളർത്തുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. കാരണം എപ്പോഴും ഡെയിലി പോയി നോക്കാനും ഫുഡൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനെ കറി വെച്ച് വറുത്ത് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനയച്ചൊരു വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. നെക്സ്റ്റ് വീഡിയോ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ പറയാം, സക്സസ് ആയോ ഇല്ലേന്നെല്ലാം നമുക്ക് അതിലൂടെ പറയാം. ഇതിപ്പോൾ എനിക്കൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം. എങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ അല്ലാന്നാണെങ്കിലും ഒന്ന് പറയണം. കാരണം ഒരു കൗതുകത്തിൻ്റെ പുറമെ ചെയ്യുകയാണ്, മീനോട് ഇഷ്ടമുള്ളതുകൊണ്ടും ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.